8-ാം നൂറ്റാണ്ടിലാണോ 12-ാം നൂറ്റാണ്ടിലാണോ ശബരിമല ക്ഷേത്രം പണിതിട്ടുള്ളതെന്നറിയില്ല. ആദ്യത്തെ താച്ചഡ് ആയിട്ടുള്ള ഓല കൊണ്ടുള്ള പ്രതിഷ്ഠ വന്നതെന്നറിയില്ല. എന്തായാലും 12-ാം നൂറ്റാണ്ട് മുതൽ അതിൻ്റെ ചരിത്രപരമായ രേഖകൾ പലതും കിട്ടുന്നുണ്ട്. 1170 എന്നൊക്കെ പറയുന്ന 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 12-ാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടമാകുമ്പോൾ മറവന്മാരുടെ ഒരു ആക്രമണം വന്ന് ആ കഥ നമുക്ക് വേറെ പറയാം. പക്ഷെ ശബരിമല ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോണം. അവിടെ ശബരിമല ക്ഷേത്രം നടത്തിയിരുന്നതും അതിൻ്റെ പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് കാണാതെ പോകാനാകില്ല. പന്തളം കൊട്ടാരത്തിൻ്റെ പങ്ക് ഇന്ന് ഇല്ലാത്തത് അത് വെറും ഒരു തിരുവാഭരണ കൊണ്ടുവരണ ആ ഒരു അതുപോലും മാറ്റണം എന്ന് പറഞ്ഞ് അവർ ഈ ടീമുകൾ, ഈ കൊള്ള സംഘം, ദേവസ്വം ബോർഡും ഈ തന്ത്രി സംഘവും കൊള്ള സംഘവും എല്ലാം കൂടി അതുപോലും മാറ്റി ആറന്മുള കൊണ്ട് വെക്കണമെന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്ത് കളഞ്ഞതാണ്. ഒരു പോറ്റിയെ കൊണ്ട്, ഒരു തന്ത്രിയെ കൊണ്ട്, അല്ല ഒരു പണിക്കരെ കൊണ്ട് ഈ പ്രശ്നം വയ്പ്പിച്ചപ്പോൾ പറയിച്ചു കളഞ്ഞു. അത് ദേവപ്രശ്നത്തിൽ അതെല്ലാം നടത്തിയ സ്ഥലമാണ്. അവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട്. എരുമേലിയിലെ മഹിഷാസുരന്റെ സഹോദരി, അതായത് പഴയ പുരാണ കഥ അനുസരിച്ച് മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷിയെ, അത് എരുമത്തലയുള്ള മഹിഷിയെ കൊന്ന സ്ഥലമായിരുന്നു എരുമക്കൊല്ലി, എരുമേലിയായത്. എരുമക്കൊല്ലിയിൽ അതായത് മഹിഷിയെ കൊന്നതിന് ശേഷം ശൈവ വെള്ളാള കുടുംബത്തിൽപ്പെട്ട പുതിയ വീട്ടിൽ ഒരു വാൾ വച്ചിരുന്നും അവിടെ പിന്നെ ഈ അയ്യപ്പൻ ഒരു ദിവസം വിശ്രമിച്ചിരുന്നു. മണികണ്ഠൻ ഒരു ദിവസം വിശ്രമിച്ചിരുന്നു, അയ്യപ്പൻ ഒരു ദിവസം വിശ്രമിച്ചിരുന്നൊരു കഥയുണ്ട്. കഥയല്ല, ഇപ്പോഴും പുതിയ വീട്ടിൽ, എരുമേലി ചെന്നാൽ പുതിയ വീട്ടിൽ ആ വീട് ഇപ്പോഴും അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ പഴയ വീടാണ്, അവിടെ വാൾ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഉണ്ട്. അതിനെ വേണ്ട നിലയിൽ ദേവസ്വം ബോർഡോ ഈ സംവിധാനങ്ങളോ അംഗീകരിക്കുകയോ അവരെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളൊരു പാപം കിടപ്പുണ്ട്, ഒരു ശാപം കിടപ്പുണ്ട്. അടുത്ത വേറെ ശാപം എന്ന് പറയുന്നത് 18-ാം പടിക്ക് മുന്നിൽ നായാട്ട് വിളി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നായാട്ട് വിളി എന്ന് പറയുന്നത് പെരിനാട്, പുന്നമുട്ടൽ, കക്കാട്ട് കുടുംബക്കാർ, അതും വെള്ളാള കുടുംബക്കാരാണ് നടത്തിയിരുന്നത്. അവരെയും ഇതിൽ നിന്ന് കൃത്യമായി ഒഴിവാക്കുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ റാന്നി കുന്നേക്കാട് കറുപ്പന്മാർ, തോട്ടമൺ റാന്നിയിലുള്ള കുന്നേക്കാട് കറുപ്പന്മാരായിരുന്നു അവിടെ പൂജ നടത്തിയിരുന്ന, മറ്റ് തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും പൂജയൊക്കെ നടത്തുന്നതിന് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റാന്നി പെരുന്നാൾ ക്ഷേത്രത്തിലെ പൂജാരിമാരായിരുന്നു അവിടെ പൂജ നടത്തിയിരുന്നത്. അപ്പോൾ അവിടെ പൂജ നടത്തണം എന്നുള്ള ആയിരുന്നില്ല. പിന്നെ ഈ വെള്ളാളന്മാർ അവിടെ വരാൻ കാരണം കക്കാട്ട് കോയിക്കൽ കൊട്ടാരത്തിലെ അക്കൗണ്ടന്റന്മാരായിരുന്നു വെള്ളാളന്മാർ. ശബരിമല ദേവസ്വം, അതായത് പഴയ ദേവസ്വം, ഇപ്പോഴത്തെ ദേവസ്വം അല്ല, മൺട്രോ സാഹിബിന്റെ ദേവസ്വം ശബരിമല ഏറ്റെടുക്കുന്നവരെ, പന്തളം കൊട്ടാരം കൊടുക്കുന്നത് വരെ മുഴുവൻ ശബരിമലയുടെ കണക്ക് നോക്കിയിരുന്നത് വെള്ളാള സമുദായക്കാരായിരുന്നു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ വെള്ളാള സമുദായക്കാർ അവിടെ ഉണ്ടായിരുന്നു. മലയരയന്മാർക്ക് അവിടെ എരുമേലിയിൽ നിന്ന് തന്ത്രിമാരെയും പോറ്റിമാരെയും ഒക്കെ മൊത്തത്തിൽ ഭക്തജനങ്ങളെയും അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മലയരയന്മാർ വന്ന് മലയരയൻ്റെ മൂപ്പന് ദക്ഷിണ കൊടുത്ത് ആണ് കാരണം കാട് അവരുടേതാണ് എന്നുള്ള കൺസെപ്റ്റിൽ, കാട്ടിലെ രാജാക്കന്മാർ മലയരയന്മാരും ഉള്ളാടന്മാരുമാണെന്നുള്ള കൺസെപ്റ്റിൽ അവർക്ക് കൊടുത്തിരുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളെ ഒന്നും ഇപ്പോൾ ഓണർ ചെയ്തുകൊണ്ടല്ല പോകുന്നത്. അടുത്ത മലയരയന്മാരുടെ കഥ പറഞ്ഞ പോലെ ഉള്ളാടന്മാർക്കൊരു കഥയുണ്ട്. ഉള്ളാടന്മാരുടെ കഥ എന്ന് പറയുന്നത് മണിമണ്ഡപം എന്നൊരു സംവിധാനമുണ്ട്. ശബരിമലയിൽ മണിമണ്ഡപമുണ്ട്. ശാസ്താക്ഷേത്രത്തിലേക്ക് 16 വയസ്സിൽ മണികണ്ഠൻ മണിമണ്ഡപത്തിൽ പോയി സമാധിയായി എന്നാണ് പറയുന്നത്. അപ്പൊ സമാധിയായെന്ന് പറയുമ്പോൾ മണിമണ്ഡപത്തിലേക്ക് മണികണ്ഠൻ പോകുമ്പോൾ മണികണ്ഠനോട് കൊട്ടാരത്തിൽ താമസിക്കണമെന്നും വിവാഹം കഴിക്കണമെന്നൊക്കെ പറയും. അല്ല, എൻ്റെ ദൗത്യം മഹിഷിയെ കൊന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൗത്യം കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് അയ്യപ്പൻ അവിടെ പോയിരിക്കും. മണികണ്ഠനല്ല, മണികണ്ഠൻ അയ്യപ്പൻ ഈ 2 കാലഘട്ടത്തിൽ വരുന്ന ഇതാണ്. അയ്യപ്പൻ അവിടെ ചെന്ന് അവിടെ രാജാവിനോട് ഇത് പറഞ്ഞ് എൻ്റെ കാലം കഴിഞ്ഞു, അല്ലെ എൻ്റെ ദൗത്യം പൂർത്തിയായെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ജീവനുള്ള രൂപത്തെ പോലും കാണാനില്ലാത്ത ഒരു സാഹചര്യം വരികയും അവിടെ ഉള്ളാടൻ എന്നൊക്കെ പറഞ്ഞാൽ മല എന്നുള്ള സങ്കല്പന, ഉള്ളാടൻ്റെ അതായത് ഉള്ളാടന്മാരുടെ മൂപ്പനായിരിക്കും ഒരു സമാധിയും അവിടെ ശബരിമലയിൽ ഉണ്ട്, ഈ മണിമണ്ഡപത്തിൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ് അന്നത്തെ കഥ. ഇതൊക്കെ അവിടെ ഉണ്ടോ? പഴയ
വിഗ്രഹങ്ങൾ, 2 വിഗ്രഹങ്ങൾ പല ഘട്ടങ്ങളിൽ അവിടെ തീവെപ്പ് നടന്നിട്ടുണ്ട്. തീവെപ്പ് നടന്നപ്പോൾ ഉണ്ടായ 2 വിഗ്രഹങ്ങളും, ഒന്ന് നവാംശ വിഗ്രഹമാണ്, അതായത് ഈ ശിലാവിഗ്രഹം പോലത്തെ വിഗ്രഹമാണ്, കൃഷ്ണശില പോലത്തെ വിഗ്രഹമാണ് നവാംശ വിഗ്രഹം എന്നാണ് പറയുന്നത്, അതൊന്ന്. രണ്ടാമത് പിന്നെ നമ്മുടെ പഞ്ചലോഹ വിഗ്രഹമാണ്. ഈ വിഗ്രഹങ്ങളെ എടുത്ത് പിന്നെ അത് മണിയാക്കി അവിടെ കെട്ടി ഇവിടെ കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അതെടുത്ത് ദൂരെ കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഉണ്ടോ, അതൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. പലരും പറയുന്നത് നേരത്തെ പോയപ്പോൾ അത് താഴെ മണിയായിട്ട് കെട്ടിയിരിക്കുന്നത് കണ്ടു, പിന്നെ അത് കാണാനില്ല, വേറെ സ്ഥലത്ത് കൊണ്ട് കെട്ടിയിരിക്കും, ഇതൊക്കെ എടുത്തുകൊണ്ട് പോയോ? അപ്പോൾ പിന്നെ അതെന്ന് പറയുന്നത് തന്ത്രിയുടെയും പോറ്റിമാരുടെയും പൂജ ചെയ്തവരുടെയും ജീവാത്മാവും കൂടെ ഉണ്ട്, അവരുടെ പ്രാണനും കൂടി ഉണ്ടെന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് ആദ്യം പൂജ ചെയ്ത തന്ത്രി, പിന്നെ ഈശ്വരൻ പോറ്റി, മറ്റ് തന്ത്രിമാർ, മറ്റ് പൂജാരിമാർ, അവരുടെയൊക്കെ പ്രാണപ്രതിഷ്ഠ നടത്തിയവരുടെയൊക്കെ ആചാര്യന്മാരുടെയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്കും പുനഃപ്രതിഷ്ഠയ്ക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചവരുടെയും ഒക്കെ ഒരു ജീവാത്മാവും കൂടി അതിനകത്ത് ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ അതെല്ലാം നശിപ്പിക്കുകയാണെങ്കിൽ, ഇങ്ങനെ തുടങ്ങി ഈ താഴമൺ കുടുംബക്കാരും ഈ ദേവസ്വം കോയരുകാരും കൂടി അവിടെ ആചാര ലംഘനത്തിൻ്റെ പരമ്പര തന്നെ വെച്ചു. ഇപ്പോഴും ഈ വെള്ളാള സമുദായത്തെ ആവട്ടെ, മലയരയ സമുദായത്തുമാകട്ടെ, ഉള്ളാടന്മാരെ ആകട്ടെ, ഒരു കാരണവശാലും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും മറ്റ് പല ക്ഷേത്രങ്ങളിലും ഉത്സവ കമ്മിറ്റിയൊക്കെ ഉള്ളതുപോലെ എന്തുകൊണ്ട് ശബരിമലയിൽ മകരസംക്രമ സമയത്തെങ്കിലും മകരസംക്രാന്തി കാലയളവിൽ തുറക്കുന്ന കാലയളവിലേക്ക് ഒരു സമിതി എടുത്തുകൊണ്ട് ഈ പറയുന്ന ആളുകളെ, വെള്ളാള സമുദായത്തിൽപ്പെട്ട അവരുടെ ഒരു പ്രതിനിധിയെയും, മലയരയ സമുദായത്തിൻ്റെ പ്രതിനിധിയെയും, ഉള്ളാടന്മാരുടെ പ്രതിനിധിയെയും എന്തുകൊണ്ട് ശബരിമലയിൽ വയ്ക്കുന്നില്ല? അങ്ങനെയൊക്കെ ചെയ്യാതെ വരുമ്പോൾ ഒരുപാട് പേരുടെ കണ്ണുനീരിൻ്റെയും സങ്കടത്തിൻ്റെയും തട്ടിയെടുക്കലിൻ്റെയും ഹൈജാക്കിൻ്റെയും കഥ വരും. അത് ഭൗതിക ജീവിതത്തിൽ പോലും വലിയ കുഴപ്പം ചെയ്യുമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ എന്തുമാത്രം കുഴപ്പങ്ങളായിരിക്കും ചെയ്യുന്നത്. ദൈവിക മേഖലയിൽ വലിയ കുഴപ്പങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി ശബരിമലയെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി താന്ത്രിക സഭയും യോഗക്ഷേമയും ദേവസ്വം ബോർഡും വിശ്വാസി സമൂഹവും ഹിന്ദു ഐക്യവേദിയും പിന്നെ അങ്ങനെയുള്ള എല്ലാ സംവിധാനം എനിക്ക് ഏതെന്നറിയില്ല, ഈ സംവിധാനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ടാമത്തെ വിഷയമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇതൊരു പരമ്പരയിൽപ്പെട്ട കുറേ വിഭാഗക്കാർ അവരുടെ ദൈവത്തെ അവർ ആരാധിച്ചിരുന്നവരെല്ലാം അടിച്ചിറക്കി അവരെ വേണമെങ്കിൽ നാമമാത്രമായി വന്ന് ഇതൊക്കെ ചെയ്തു പൊക്കോ എന്ന് പറയുന്നതിനപ്പുറം അവരെ ഉൾക്കൊള്ളാതെ തലമുറകളുടെ ശാപവും പാപവും എല്ലാം കൂടി ശബരിമലയിൽ കിട്ടിയിട്ടുണ്ടോ? അതാണോ അയ്യപ്പൻ ഇവർക്കെല്ലാം ഈ ദുരന്തങ്ങൾ ഒന്നൊന്നായി കൊടുക്കുന്നത്? നിങ്ങളല്ല ശരിക്കും ഇവിടെ ചെയ്യേണ്ടവർ പുറത്തു നിൽക്കുകയാണ്, അവർ വരട്ടെ എന്നൊരു ചിന്ത കൂടി ഉണ്ടോ എന്നതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആത്മീയതയാണ്.